ശ്രീ ഷാബു പ്രസാദ് തുടരുന്നുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, ഈ പറഞ്ഞതുപോലെ നാസയെ സംബന്ധിച്ച് ഇതൊരു റെഗുലർ ആക്ടിവിറ്റിയുടെ ഭാഗമാണ്. പക്ഷേ ഇതിനിടയിൽ വന്നത് ഈ ഒരു സ്പേസ് ക്രാഫ്റ്റിൽ അങ്ങോട്ട് പോകുന്നു, പക്ഷേ അതിലല്ല തിരിച്ചു വരുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് സെപ്റ്റംബറിൽ തന്നെ അവിടെ ഡോക്ക് ചെയ്ത് ഈ ഡ്രാഗൺ പേടകം അവിടെ ഡോക്ക് ചെയ്ത് കാത്തിരിക്കുന്നു, 2 സീറ്റ് ഒഴിച്ചിട്ട് പോകുന്നു. അതിലൊക്കെ ഈ പറയുന്നത് പോലെ ഒരു ഹോളിവുഡ് സിനിമയുടെ എല്ലാ എലമെൻറ്റ്സ്, ഇന്ന് രാവിലെ വരുന്ന ഈ വിഷ്വൽസ് വരെ എല്ലാറ്റിലും ഒരു ഹോളിവുഡ് സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ഉണ്ടെന്ന് തോന്നുന്നു. അടുത്ത് തന്നെ നമുക്കൊരു സുനിത വില്യംസ് സിനിമ കാണാം എന്ന രീതിയിൽ. അത് ചിലപ്പോൾ സംഭവിക്കും. കാര്യം നല്ല ഒരു ഹോളിവുഡ് സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടു. അത് നമുക്ക് വലിയ താമസമില്ലാതെ അടുത്ത 1-2 വർഷത്തിനുള്ളിൽ ഒരു സിനിമ നമുക്ക് ഈ സംഭവത്തിനെ ബേസ് ചെയ്ത് പ്രതീക്ഷിക്കാം. എന്തായാലും സുനിത വില്യംസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അപ്രതീക്ഷിതമായ ഒരു ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത്. കാര്യം മിക്കവാറും അവരുടെ ഇത് അവസാനത്തെ ബഹിരാകാശ യാത്രയായിരിക്കും. ഇനി അവർക്കൊരു സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അവർക്ക് കൊടുത്ത ആ ഒരു സൗഭാഗ്യം വളരെ വലുതാണ്. ഇപ്പൊ നോർമലായിട്ട് ആ സ്റ്റാർലൈനർ പേടകം വർക്ക് ചെയ്തിരുന്നുവെങ്കിൽ ഇതൊന്നും ഒരു വാർത്തയാവില്ലായിരുന്നു. സുനിത വില്യംസ് അനേകം 100 കണക്കിന് ബഹിരാകാശ സഞ്ചാരികളിൽ ഒരാൾ മാത്രമായി നമ്മുടെ വല്ല ക്വിസ് പുസ്തകങ്ങളിലോ പാഠപുസ്തകങ്ങളിലോ ഒക്കെ അങ്ങ് തീരുമാനിക്കും. പക്ഷെ അതിൽ നിന്ന് മാറി അവരൊരു വലിയ താരമായി മാറി എന്നുള്ളത് ഇതിൻ്റെ അകത്തെ ഒരു പ്രത്യേകത തന്നെയാണ്. അതുപോലെ അവരെ സംബന്ധിച്ചോളം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പറഞ്ഞ പോലെ ഈ റെക്കോർഡുകളൊക്കെ അവർക്ക് അപ്രതീക്ഷിതമായി കിട്ടുകയാണ്. സ്പേസ് വാക്ക് നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആസ്ട്രോനോട്ടിന്റെയും ഓരോ ബഹിരാകാശ സഞ്ചാരിയുടെയും വലിയ സ്വപ്നമാണ്. എല്ലാവർക്കും ഒന്നും അവസരം കിട്ടില്ല. അതും അവർ ഏറ്റവും കൂടുതൽ സ്പേസ് വാക്ക് നടത്തിയ വനിത എന്നുള്ള ആ ഒരു ബഹുമതി അവർക്ക് കിട്ടി. അങ്ങനെ അവരെ സംബന്ധിച്ചോളം അവർ എൻജോയ് ചെയ്യുകയായിരുന്നു. അവരെ സംബന്ധിച്ചോളം ഇത് ലോട്ടറിയാണ്. അതിന്റെ ഈ 8 മാസത്തെ ഓരോ നിമിഷവും അവർ എൻജോയ് ചെയ്യുകയായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമ്മൾ കണ്ടതാണ്, ആ വീഡിയോയിലൊക്കെ കണ്ട അവരെന്തുമാത്രം ആഹ്ലാദചിത്തയാണെന്നോ, എത്ര അങ്ങനെ തകർക്കുകയല്ലേ അവർ, ആഘോഷിക്കുക, നാട്ടിൽ ഡാൻസ് കളിക്കുക, ആ ശൂന്യത, ഇതിന്റെ ആ വെയിറ്റ്ലെസ്നെസ് നിന്നുകൊണ്ടാവുന്ന രീതിയിലൊക്കെ അവർ തുടിച്ചാടും ഈ പ്രായത്തിലും. അപ്പൊ അതൊക്കെ അതുകൊണ്ട് അവരെ സംബന്ധിച്ചുള്ള ഒരു വലിയ സംഭവം തന്നെയാണത്. പിന്നെ നാസയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധാരണഗതിയിൽ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ അകത്ത് അസാധാരണമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ആകപ്പാടെ സംഭവിച്ചത് ഈ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ടായി എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഈ സ്പേസ് ട്രാവലിൻ്റെ അകത്ത് ഇതൊക്കെ പതിവാണ്. പലപ്പോഴും ലോഞ്ച് മാറ്റിവെക്കും. ഇപ്പൊ ഈ ക്രൂട്ടൺ മൊഡ്യൂളിന്റെ തന്നെ ലോഞ്ച് മാറ്റിവെച്ചു, 2 ദിവസത്തേക്ക് മാറ്റിവെച്ചു, ഒരു ടെക്നിക്കൽ ഇഷ്യൂ നോട്ട് ചെയ്തപ്പോൾ. അങ്ങനെ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് പതിവുള്ള കാര്യമാണത്. പക്ഷെ പതിവില്ലാത്ത സംഭവിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ വേറൊരു നറേറ്റീവ് ബിൽഡ് ചെയ്യുന്നുണ്ട്. കാര്യം നാസയും ബോയിങ്ങും തമ്മിലുള്ള ബന്ധം ഇതോടുകൂടി അവസാനിച്ചു, അവർക്കിനിയും നാസയുടെ കോൺട്രാക്റ്റുകൾ കിട്ടില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വെറുതെ ബിൽഡപ്പുകളാണ് അനാവശ്യമായ. ഒരു കാര്യം ആലോചിക്കണം, ഈ നാസയും ബോയിങ്ങും തമ്മിലുള്ള ഇടപാട് തുടങ്ങി ഇന്നലെയൊന്നും അല്ല. നമ്മുടെ ഈ ഇലോൺ മസ്ക് ജനിക്കുന്നതിന് മുമ്പ് തുടങ്ങിയതാണത്. അപ്പോളോ പേടകങ്ങളുടെ മൂൺ ലാൻഡിങ്, ലൂണാർ മൊഡ്യൂൾ, ചന്ദ്രനിൽ ഇറങ്ങിയ പേടകം നിർമ്മിച്ചു കൊടുത്തത് ഈ ബോയിങ് ആണ്. അന്ന് തുടങ്ങിയ ബന്ധമാണിത്. പിന്നെ ഇങ്ങനെ ഒരു ടെക്നിക്കൽ ഇഷ്യൂവിന്റെ പേരിൽ, ഒരു ഗ്ലിച്ചിന്റെ പേരിൽ ഈ ബന്ധം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അതിന്റെ അകത്ത് കോമ്പിറ്റൻസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമല്ലേ? ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ലോകത്ത് കോമ്പിറ്റൻസ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അവരെക്കാൾ നന്നായി ചെയ്യുന്നവരുണ്ട് എന്ന് വന്നാൽ സ്വാഭാവികമായിട്ടുള്ള ഓപ്ഷൻ അവരായി മാറില്ലേ? ഇല്ല, ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇപ്പം ഇലോൺ സ്പേസ് എക്സ് കമ്പനി അവർ ടെക്നിക്കലി വലിയ കോമ്പിറ്റൻസി ഉള്ളവരാണ്, അഡ്വാൻസ്ഡ് ആണ്, അതൊക്കെ സത്യമാണ്. എത്ര ഫെയിലിയർ അവർക്കുണ്ടായിട്ടുണ്ട്. ഈ സ്പേസ് ടെക്നോളജിയുടെ ഭാഗമാണ് ഫെയിലിയർ എന്നുള്ളത്. എത്ര എണ്ണം അവരുടെ പരാജയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പരാജയങ്ങളിൽ കൂടെ തോറ്റ് ജയിക്കുന്ന ഒരു ടെക്നോളജിയാണ് ശ്രീജ സ്പേസ് ടെക്നോളജി എന്ന് പറയുന്നത്. അങ്ങനെ വന്നവരാണ്. അതിൻ്റെ അകത്തുണ്ടായ കാര്യം ഒരാളപകാരം ഉണ്ടായില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, അവർ സേഫായിട്ട് തിരിച്ചു വന്നു. ഒരു ടെക്നിക്കലായിട്ടൊരു ഫെയിലിയർ ഉണ്ടായി. ഈ ടെക്നിക്ക് ധാരാളം ഉണ്ടാവുന്നുണ്ട്. നമ്മളിപ്പോൾ ചാന്ദ്രയാൻ 2 വിക്ഷേപിച്ചപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. അന്ന് രാത്രി 2 മണിക്ക് വേണ്ടിയായിരുന്നു അതിൻ്റെ ലോഞ്ച്. പക്ഷെ അവസാന നിമിഷം കൗണ്ട് ഡൗൺ ഒരു 10-ൽ എത്തിയപ്പോഴേക്കും ലോഞ്ച് സ്റ്റോപ്പ് ചെയ്തു. ലോഞ്ചിന്റെ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്തു.
കാരണം എന്താ പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ അകത്തുണ്ടായ പോലെ ഒരു ഹീലിയം ചോർച്ച അതിൻ്റെ അകത്തുണ്ടായി. ഹീലിയം അങ്ങനത്തെ വളരെ നേർമയുള്ളൊരു വാതകമാണ്. അത് എവിടുന്ന് വേണമെങ്കിൽ ആ ചോർച്ച ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ളതാണ്. അതാണ് ഈ ഫ്യൂവലിന് പ്രഷർ കൊടുക്കുന്നത്. അത് മാറ്റിവെച്ചു. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യമാണത്. പല പ്രാവശ്യം പലതും മാറ്റിവെക്കും. അത് അതേപോലെ ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂ ഉണ്ടാകും. കാര്യം അത് അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ആയതുകൊണ്ട് ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണ്. ഇത്രമാത്രം എക്സ്പീരിയൻസ് ഉള്ളവരാണ് നാസ. എന്നാലോചിച്ച് നോക്കുക, ലോകത്തിലെ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള സ്പേസ് ഏജൻസിയാണ്. പക്ഷെ ഓരോ ലോഞ്ച് കഴിയുമ്പോഴും അതിന്റെ മിഷൻ കൺട്രോൾ ഒന്ന് നോക്കൂ. ആ മിഷൻ കൺട്രോളിൽ അവർ കടന്ന് തുള്ളിച്ചാടുന്നതും കൈകൊട്ടുന്നതും തലകുത്തി മറിയുന്നതും ഒക്കെ കണ്ടിട്ടില്ലേ? എന്തുകൊണ്ടാണത്? കാര്യം അതിന്റെ സങ്കീർണത എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാവുന്നതിനപ്പുറമാണ്. അത് പോയി എന്നുള്ള മട്ടിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് പരാജയങ്ങൾ, ഈ രീതിയിലുള്ള ഇഷ്യൂസ് ഒക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തിയാലും അതിൻ്റെ അകത്തൊരു ഒരു സാധ്യത എവിടെയെങ്കിലും ഉണ്ടാകും. അങ്ങനെ ഉണ്ടായ ഒരു സാധാരണ സംഭവം മാത്രമാണിത്. അതുകൊണ്ട് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് ബോയിങ്ങുമായിട്ട് നാസ ഇടപാടുകൾ മുഴുവൻ നിർത്താൻ പോവാണ്. അവരെ കൊണ്ട് കൊള്ളില്ല, അവർ കോമ്പിറ്റൻ്റ് അല്ല. എയറോസ്പേസിൽ ബോയിങ്ങിനെ പോലെ എക്സ്പീരിയൻസ് എത്ര പേർക്കുണ്ട്, എത്ര കമ്പനികൾക്കുണ്ട് ഈ ലോകത്ത്? അപ്പോളോ പേടകങ്ങൾ നിർമ്മിച്ച എക്സ്പീരിയൻസ് ആണ് അവർക്കുള്ളത്. അതുകൊണ്ട് അതൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. അതൊക്കെ വെറും സ്പെക്കുലേഷൻസ് മാത്രമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇലോൺ മസ്കിന്റെ ചില ബിസിനസ് താല്പര്യങ്ങൾ ഇങ്ങനെ ഒരു സ്പെക്കുലേഷൻസ് ഉണ്ടാക്കി വിടുന്നതിൻ്റെ അകത്ത് ഉണ്ടാകും എന്ന് കരുതിക്കോളൂ.